ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത് പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസൈൻ എ ഡി എഫ് എ. അങ്ങനെയാണ് നമ്മളെപ്പോഴും എക്സാം പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻ വരാം. ഡിസൈൻ എ ഡി എഫ് എ. Design a DFA contains substring. Design a DFA contains substring. Contains substring 10. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടെയ്ൻ സബ്സ്ട്രിങ് 10. either ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഡിസൈൻ ഡി എഫ് എന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് എൽ എന്ന് പറയും. എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ആണ്. അതെന്താണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ആക്സെപ്റ്റബിലിറ്റി ഉണ്ട്. ഓരോ ഡി എഫ് എക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഒരു ടൈപ്പ് ഡി എഫ് എ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിൽ വരുന്ന സ്ട്രിങ്ങുകൾ, അതായത് ഏതെല്ലാം ടൈപ്പ് സ്ട്രിങ്ങുകൾ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ആ ടൈപ്പ് സ്ട്രിങ്ങുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഓട്ടോമാറ്റ് എന്ത് പറയണം? യെസ് പറയണം. അല്ലാത്ത ടൈപ്പ് സ്ട്രിങ്ങുകൾ വന്നാൽ, ടേബിൾ വന്നാൽ ഫൈനൽ ഓട്ടോമാറ്റ് എന്ത് പറയണം? നോ പറയണം. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് യു വി ഡബ്ല്യു ഒക്കെ നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ സ്ട്രിങ്ങുകളെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഞാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സ് such that x is an element of 0, 1 star. അങ്ങനെ പറഞ്ഞാൽ എന്താ? 0, 1 എന്ന് പറയുന്ന സെറ്റിന്റെ ക്ലോഷർ, എനി കോമ്പിനേഷൻ്റെ ഒരു എലമെന്റ് ആണ് എക്സ്. എക്സിനകത്ത് എന്ത് സ്ട്രിങ് വേണമെങ്കിലും വരാം, പ്രൊവൈഡഡ് വിത്ത് എ കണ്ടീഷൻ. എന്താ? എക്സ് കണ്ടെയ്ൻസ് substring 10. X contains എനിക്ക് എന്ത് പറയാം? എൻ്റെ ഇതിനെ പറയാം. ഓക്കെ, ഞാനിതിൻ്റെ വേറെ റെപ്രസെൻറ്റേഷൻ കൂടെ പറഞ്ഞുതരാം കേട്ടോ. അതൊക്കെ നമ്മൾ തിയറിയിലൊക്കെ പറയുന്ന പോലെയുള്ള വേറെ റെപ്രസെൻറ്റേഷൻ കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് വേഗം മായ്ച്ചു കളയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കോട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. വേറൊരു റെപ്രസെൻറ്റേഷൻ, ഇതേ പ്രോബ്ലത്തിൻ്റെ തന്നെ വേറെ റെപ്രസെൻറ്റേഷൻ ആണ് എൽ. ഓക്കെ, എക്സ് 10y. അതായത് ഞാൻ ഈ ലാംഗ്വേജിലുള്ള ഒരു സ്ട്രിങ്ങിനെ, ലാംഗ്വേജിനകത്ത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു സ്ട്രിങ്ങുകളാണ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിലകത്തുള്ള സ്ട്രിങ്ങുകളിൽ മുഴുവൻ ഏതുണ്ടാവും? 10 സബ്സ്ട്രിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ എന്ത് പറയുന്നു? ഈ ലാംഗ്വേജിലുള്ള സ്ട്രിങ്ങുകളെ ഞാൻ ഡിഫൈൻ ചെയ്യാം. എക്സ് 10y, എന്തായാലും 10 ഉണ്ടാവും അല്ലേ. വേർ എന്താണ് പ്രത്യേകത? എക്സും വൈ എലമെന്റ് ഓഫ് 0, 1 സ്റ്റാർ. ഇങ്ങനെ പറഞ്ഞാലും ശരിയാണ്. കാരണം എന്താ? എക്സും വൈയും 0, 1ന്റെ ഇനി കോമ്പിനേഷനുമാണ്. അതിന്റെ നടുവിൽ, അതിന്റെ ഇടയിൽ ഏതുണ്ടാവും? 10 ഉണ്ടാവും. ഇപ്പൊ ഈ എക്സ് നള്ള് പറഞ്ഞു കഴിഞ്ഞാൽ 10 സ്റ്റാർട്ട് ചെയ്യുന്നതായി, വൈ നള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എൻഡ് ചെയ്യണതായി. എക്സും വൈയും നള്ള് അല്ലെങ്കിൽ 10 ഇടയിൽ എന്തായാലും അതിൽ 10 ഉണ്ടാവും. അതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യുമെന്ന് പറയാം. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചോ. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ 10ന്റെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ആ പ്രോബ്ലത്തിന്റെ നാച്ചർ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതിന്റെ പ്രോബ്ലം നിങ്ങൾ ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ സമയത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ഡി എഫ് എ ഡിസൈൻ ചെയ്യുന്ന വേറെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ലാംഗ്വേജ് എൽ ആണ്, ഈക്വൽസ് എൽ ഈക്വൽസ് ABX where X is an element of AB star. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. AB സ്ട്രിംഗ് എങ്ങനത്തെ ടൈപ്പാണ്? ABX where X is an element of AB star. X എയുടെയും ബിയുടെയും എനി കോമ്പിനേഷൻ ആവാം, പക്ഷെ സ്റ്റാർട്ടിങ് ഇട്ട് എന്തായിരിക്കണം? ഒരു AB ആയിരിക്കും. അതായത്
സെറ്റ് ഓഫ് സ്ട്രിങ്സ് വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് എ ബി. അങ്ങനെയുള്ള സ്ട്രിങ്ങുകളെ മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. ആദ്യം എന്തായാലും ഇതിനൊരു ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിംഗ് സൈറ്റ് ഒക്കെ ഉണ്ടാകും നമുക്കറിയാം. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്നാണ് ഇനീഷ്യൽ സ്റ്റാർട്ടിനെ കാണിക്കാൻ, സ്റ്റാർട്ട് സൈറ്റിനെ കാണിക്കാൻ ഞാൻ സ്റ്റാർട്ടൊക്കെ ചെയ്തു. ശരി, ഇപ്പൊ നമ്മുടെ പ്രോബ്ലത്തിനെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ഫസ്റ്റിൽ ബി വരുന്ന സ്ട്രിങ്ങുകൾ ഒന്നും ഇതിൽ വേണ്ട. ഫസ്റ്റിൽ എ വന്നാൽ അടുത്തത് ബി ആണോ എന്ന് നമ്മൾ നോക്കും. അടുത്തത് ബി ആണെങ്കിൽ എന്താണ് അർത്ഥം? പിന്നെ നമ്മുടെ സ്ട്രിങ് വന്നു, പിന്നെ എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് Q0 ആദ്യത്തെ കോമ്പിനേഷൻ എടുത്ത് നോക്കാം. Q0 എ വന്നാൽ Q0 എ വന്നാൽ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്ക് പോയി? Q1 സ്റ്റേറ്റിലേക്ക് പോയി. Q0 എ വന്നപ്പോൾ നമ്മൾ Q1 സ്റ്റേറ്റിലോട്ട് പോയി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ശരി, ഇനി Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താണ്? എ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്തത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തിനാ? ഒരു ബി. Q1 ഒരു ബി വന്നപ്പോ എന്തായി? നമ്മുടെ സബ്സ്ട്രിങ് ആയി, എ ബി ആയി. ഇനി അടുത്തത് നള്ളായാൽ പോലും നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല. കാരണം നമ്മളതിൽ എ ബി എക്സ് ക്യാൻ ബി എനി കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ഇൻക്ലൂഡിങ് നൾ സ്ട്രിങ്. അതിനാണല്ലോ സ്റ്റാർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ വെറും എ ബി കൂടെ ആക്സെപ്റ്റഡ് ആണ്. നമുക്ക് ഇതിന്റെ വേണമെങ്കിൽ സ്ട്രിങ്ങുകളൊക്കെ ഒന്ന് വരച്ചു നോക്കാം. ഇതിൽ ഏതൊക്കെ വരും? നൾ സ്ട്രിങ് വരില്ല, മിനിമം ഒരു എ ബി ഉണ്ടാവും. പിന്നെ എ ബി എ വരാം, എ ബി ബി വരാം, എ ബി എ വരാം, എ ബി എ ബി ബി വരാം. എനി കോമ്പിനേഷൻ ഓഫ് എസ് ആൻഡ് ബി സ്റ്റാർട്ടിങ് വിത്ത് എ ബി. അതാണ് നമ്മുടെ ഉദ്ദേശം. ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് എ വന്നു, ബി വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായി ഇനി ഏത് സ്ട്രിങ് എന്ത് വന്നാലും ആക്സെപ്റ്റഡ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇതിനെ ഞാൻ Q2 എന്ന് പറഞ്ഞു. തീർന്നില്ല, എയും ബിയും വന്നു. ഇനി എ വന്നാലും കൊള്ളാം, ബി വന്നാലും കൊള്ളാം. ശരിയല്ലേ? സോ ഇതാണ് എന്താ പറയാ എന്റെ അടുത്ത സെറ്റപ്പ്. ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ്. നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇവിടെ ബി വന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ബി വന്നാൽ ഇനി എന്ത് വന്നിട്ടും കാര്യമില്ല. ശരിയാണ്. പക്ഷെ നമ്മൾ ആ പോസിബിലിറ്റികൾ നോക്കണം. അതിനാണ് നമ്മുടെ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റം. എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഇൻപുട്സും കൂടെ വരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ബി വന്നാൽ നമ്മൾ ഇവിടെ ഒരു സ്റ്റേറ്റ് എക്സ്ട്രാ ഉണ്ടാക്കി വെക്കുക, Q3. ഈ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്ട്രിങ് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, പുള്ളി വേറെ എങ്ങോട്ടും പോകത്തില്ല. അല്ലെ? അപ്പൊ ഞാനൊന്ന് പറഞ്ഞു, ഇവിടെ എന്താ ബി വന്നു, അങ്ങോട്ട് പോയി. റെഡി? വേറൊരു പോസിബിലിറ്റി കൂടി ഉണ്ട്. ഒരു എ വന്നിട്ട് ഒരു ബി എ പ്രതീക്ഷിച്ചിരിക്കുമ്പോ വീണ്ടും ഒരു എ വന്നാൽ ആ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയിലായിരിക്കും. അത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ എ വന്നാലും നമ്മുടെ ഈ ഡമ്മി സ്റ്റേറ്റിലേക്ക് എടുത്തിട്ട് ഡമ്മി സ്റ്റേറ്റ് എന്ന് പറയും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ ഇനി ഏത് സ്ട്രിങ് വന്നിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല. അപ്പൊ എ വന്നാലും ബി വന്നാലും പുള്ളി അവിടെ തന്നെ നടക്കും. ശരിയല്ലേ? ശരി, അപ്പൊ നമ്മളിത് നോക്കാം. ഇതിന് എയും ബിയും എഴുതിയല്ലോ. ഇതിനും എഴുതി എയും ബിയും, ഇതിനും എഴുതി എയും ബിയും, ഇതിനും എഴുതി എ. ഇപ്പൊ നമ്മളെ ഓട്ടോമാറ്റിക് കംപ്ലീറ്റ് ആയി. ഇത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രിങ് എടുത്ത് നോക്കും, ഏത് സ്ട്രിങ് എടുത്ത് നോക്കും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചാൽ ബി ബി എ ബി വന്നാൽ എന്ത് സംഭവിക്കും? ബി വന്നപ്പോൾ തന്നെ ഇവിടെ എത്തി. ഇനി ബി കഴിഞ്ഞിട്ട് ബി 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 എ ബി. സ്ട്രിങ് തീർന്നപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കണേ? Q3യിലാണ്. Q3യിലാണെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിൽ അല്ലാത്ത ഏത് സ്റ്റേറ്റിലും ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക് ഏത് ലൈറ്റാണ് കത്തിക്കുക? ചോക്ലേറ്റ്. ഓട്ടോമാറ്റിക് വിൽ സേ നോ. അതാണ് ഫൈനൽ ഓട്ടോമാറ്റയുടെ ഡിസൈനിന്റെ പ്രത്യേകത. ഫൈനൽ ഓട്ടോമാറ്റ ആഫ്റ്റർ ഫിനിഷിംഗ് എ സ്ട്രിങ്, if it is reaching in the final state, automata will say yes. And if it is not in the final state, automata says no. So ഇതിന്റെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വ്യത്യാസം. നമുക്ക് ശരി, നമുക്ക് ബി ബി എ ബി ബി അല്ലെങ്കിൽ ബി എ ബി ബി നോക്കാം. എവിടെ വരും? എ എ ബി ബി. എവിടെ തന്നെ ചുറ്റി കളിക്കും? അവിടെ ചുറ്റി കളിക്കും. ഇനി എ ബി എ ബി എ ബി എന്താ സംഭവിക്കാം? എ ബി എ ബി ഏത് സ്റ്റേറ്റിലാണ്? Q2യിലാണ്. സോ സ്ട്രിങ് കഴിഞ്ഞു. എന്റെ ടേപ്പിനകത്ത് ഓരോന്നിനും വീതം റീഡ് ചെയ്തു. ഈ എന്നെ റീഡ് ചെയ്തു, എങ്ങോട്ട് പോയി? Q1ൽ പോയി. ഈ ബി എ റീഡ് ചെയ്തു, എങ്ങോട്ട് പോയി? Q2. ഇവിടെയും 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 ഒക്കെ Q2 തന്നെ.
അപ്പൊ എന്റെ സ്ട്രിങ് തീർന്നു. ഞാൻ ഏത് സ്റ്റേറ്റിലാണ്? Q2. അത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഏത് ലൈറ്റ് കത്തും? ലൈറ്റ് കത്തുന്ന ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഓട്ടോമേറ്റ് എന്ത് പറയും? ഓട്ടോമേറ്റ് വിൽ സേ യെസ്. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോബ്ലം. ഇത് ഓർത്ത് വെക്കുക. അടുത്ത നമുക്ക് അടുത്ത പ്രോബ്ലം പറയാം. അപ്പൊ ശ്രദ്ധിക്കാത്തത് നമ്മുടെ അടുത്ത പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ശ്രദ്ധിക്കാം. സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് വായിക്കാം. ലാംഗ്വേജ് LXBA where X is an element of A with star. അപ്പൊ എങ്ങനെ ടൈപ്പ് ആയിരിക്കും? Any set of strings from A B but ending with a BA. X എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ അവസാനിക്കുന്ന ഏത് വെച്ചായിരിക്കണം? BA ആയിരിക്കണം. ഇത് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഇടങ്ങേറാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് എൻഡിങ് വിത്ത് ബി ആണ്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രിങ് വെച്ച് എൻഡ് ചെയ്താൽ പോരാ കേട്ടോ. തുടക്കത്തിൽ എന്തായാലും നമ്മൾ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. ശരി, അപ്പൊ നമുക്ക് നോക്കാം ഏത് സ്ട്രിങ്. അപ്പൊ ഇതില് വരുന്ന സ്ട്രിങ്ങുകൾ ഏതൊക്കെയാണ്? നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് എഴുതി നോക്കാം. ഏതെല്ലാം സ്ട്രിങ് ഇതിൽ വരാം? തുടക്കത്തിൽ എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ മിനിമം ഒരു BA ഉണ്ടാവണം. BA എന്ന് പറയുന്ന സ്ട്രിങ് വരാം. ശരിയല്ലേ? അടുത്തത് ABA വരാം, എൻഡിങ് വിത്ത് BBA വരാം. ഈ പറയുന്ന സ്ട്രിങ്ങുകൾ വരാം എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന സ്ട്രിങ്ങുകളൊക്കെ വന്നാൽ ഓട്ടോമാറ്റിക് യെസ് പറയും. അതാണ് നമ്മൾ പറയുന്നത്. ഈ വരാം എന്നുള്ള ഉദ്ദേശമാണ്. റെഡി? AABB ഇത് വരാം. ഇത് വരാമോ? അല്ലെങ്കിൽ ഇത് വരാൻ പറ്റില്ല. കാരണം എന്താ? ഇത് എൻഡിങ് വിത്ത് എന്താ? BB ആണ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഓട്ടോമാറ്റ നമ്മളോട് പറയുന്നത് നോ ആയിരിക്കും. സോ ഐ കനോട്ട് സേ ദിസ് വിൽ ബി ഇൻ ദ ലാംഗ്വേജ്. ഈ പറയുന്ന സെറ്റിൽ ഇത് ഉണ്ടാവില്ല. റെഡി? ഇനി BABBA വരാലോ? വരാം. ശരിയല്ലേ? റെഡിയല്ലേ? സോ ഈ പറയുന്ന സാധനങ്ങളെല്ലാം വരുന്നതാണ് ഇതിന്റെ ലാംഗ്വേജ്. ഇതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയാം. ദ ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ ദ ഓട്ടോമേറ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസൈൻ. അപ്പൊ എന്താ ഉദ്ദേശിച്ച ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിനകത്തുള്ള ഏത് സ്ട്രിങ് എടുത്ത് ഈ ഓട്ടോമേറ്റയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് കൊടുത്താലും പുള്ളി എവിടെ എത്തും? ഫൈനൽ സ്റ്റേറ്റിൽ എത്തും. എല്ലാ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് പഠിക്കേണ്ടത് എസ്സൊക്കെ ചോദിക്കും, മറ്റേ 5 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ടോ? വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. അപ്പോൾ വലിയ ആനക്കാര്യമൊന്നുമല്ല. അപ്പൊ ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആയി Q0 ആയിരിക്കുന്നു. ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഇനി എന്താണ്? ഫസ്റ്റ് നമുക്ക് എന്ത് വരാം? ഫസ്റ്റ് A വരാം, B വരാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഫസ്റ്റ് A ആണ് വരുന്നതെങ്കിൽ ഈ ഡോണ്ട് ബോദർ. കാരണം എന്താ? അത് എക്സിൽ എലമെന്റ് ആയിരിക്കുന്ന ഉറപ്പാണ്. കാരണം നമ്മുടെ എലമെന്റ് എൻഡ് ചെയ്യുന്ന ഏതിലാ? BAയിലാണ്. ഉറപ്പല്ലേ? അപ്പൊ ഫസ്റ്റ് A വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് ശേഷം ഒരു BA വന്നാലും മതി. അപ്പൊ A വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് സ്റ്റേറ്റിൽ തന്നെ നിർത്തുന്നു? ഡെമ്മി സ്റ്റേറ്റിലേക്കൊന്നും പോകണ്ട. കാരണം ഐ എം സ്റ്റിൽ എക്സ്പെക്ടിങ് എ സക്സസ്ഫുൾ എൻഡ്. അപ്പൊ Aയിൽ അതവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തോ എയോ എന്ത് തുടങ്ങി വന്നു. പക്ഷേ ഒരു B വന്നാൽ there is a possibility that it will end with a B. ശരിയല്ലേ? അപ്പൊ ഒരു B വന്നാൽ ഉടനെ ഞാൻ പ്രതീക്ഷ തുടങ്ങും. ഞാൻ ഏത് സ്റ്റേറ്റിലോട്ട് പോകും? അപ്പൊ ഒരു B വന്ന ഉടനെ ഞാൻ എങ്ങോട്ട് പോയി? Q. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ? അടുത്തത് A വന്നില്ലെങ്കിൽ പരിപാടി അവസാനിക്കുക. ശരിയല്ലേ? ഉറപ്പൊന്നുമില്ല വരുമെന്ന്. ശരി, ഞാൻ ആ പറയുന്നു. ഞാൻ അതിന്റെ പോസിബിലിറ്റി ഉള്ളായിരുന്നു ഞാൻ ഇവിടെ എഴുതുന്നു. അടുത്തത് Aയും കൂടെ വന്നാൽ എനിക്കൊരു സ്റ്റേറ്റിലെത്താം. ആ സ്റ്റേറ്റ് എന്തായിരിക്കും? ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ഞാൻ മുഴുവൻ കേസ് എഴുതിയില്ല. ആ സ്റ്റേറ്റ് എന്തായിരിക്കും? ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പൊ അതിനുശേഷം എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ല. ഇത് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഉറപ്പായും ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ശരി, അപ്പൊ B വന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ സ്ട്രിങ് വരാം. B കഴിഞ്ഞിട്ടൊരു BA വരാം. ശരിയല്ലേ? അപ്പോ ഇവിടെ ഒരു B വന്നിട്ട് ഇനിയും ഒരു B വന്നാൽ, അവിടെ ഒരു B വന്നിട്ട് ഇനിയും B വന്നാൽ നമുക്ക് അടുത്തത് A ആയാൽ മതി. അപ്പൊ എൻഡിങ് വിത്ത് B ആയിരിക്കും. ഇനി എത്ര B വന്നാലും അവസാനം ഒരു A വന്നു കഴിഞ്ഞാൽ എൻഡിങ് വിത്ത് B ആയിരിക്കും. അപ്പൊ എനിക്ക് B ധൈര്യമായിട്ട് എവിടെ റൊട്ടേറ്റ് ചെയ്യാം? ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ അനലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത B വന്നു കഴിഞ്ഞാൽ ഒരു B വന്നു, ഇനിയും B വന്നാൽ എത്ര B വന്നാലും എനിക്ക് എവിടെ റൊട്ടേറ്റ് ചെയ്യാം? അവസാനം എവിടെ വരും? A വരും. റെഡി? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇതിന് Aയും B എഴുതി, ഇതിന് എഴുതി Aയും B എഴുതി അല്ലെ? ഇനി ശ്രദ്ധിക്കും, ഒരു BA വന്നു. പക്ഷെ പിന്നെ സ്ട്രിങ് വേണമെങ്കിൽ വരാമല്ലോ. നമുക്കറിയില്ലല്ലോ ഇത് അവസാനമാണോ അല്ലേന്ന്. നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ BA എന്ന് തീർന്നതിന് ശേഷം പിന്നെ വരുന്നത് ഒരു Aയും കൂടെ. അപ്പൊ അങ്ങനെ പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ എങ്ങനെയൊക്കെ ഒരു B വന്നു, അതിന്റെ ശേഷം ഒരു A വന്നു, പിന്നെ ഒരു Aയും കൂടെ വന്നു പറഞ്ഞ മീനിങ് എന്താ?
നീ നമ്മളിപ്പോ എടുത്ത പണിയൊക്കെ ആദ്യം തൊട്ട് ചെയ്യണം. ഇനി ഒരു ബിയും എയും വന്നാലേ നമ്മുടെ സ്ട്രിങ് എന്താ ആക്സെപ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ഇനിയൊരു എ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇങ്ങോട്ട് ഇനിയും എന്ത് ചെയ്യണം? ഇനി ഒരു ബി എയും കൂടെ വരണം, എന്നാലേ നമ്മളത് ആക്സെപ്റ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? ശരി. പക്ഷെ നമ്മളൊരു ബി എ ഒക്കെ നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം വരുന്നത് ബി ആണെങ്കിലോ, ഒരു ബി എ വന്നിട്ട് നമ്മൾ ഇവിടെ എത്തി, അതിനുശേഷം വീണ്ടും വരുന്നത് ഏതാ? ബി തന്നെയാ. അതിന്റെ മീനിങ് എന്താ? ഇനി ഒരു എയും കൂടെ വന്നാൽ എന്റെ പണി തീരും. ശരിയല്ലേ? അപ്പോ എനിക്ക് ബിക്ക് എങ്ങോട്ട് വരയ്ക്കാം അല്ലെ? അപ്പൊ ബി വന്ന് ഇനി ഒരു എയും കൂടെ വന്നാൽ എന്താ? എന്റെ പരിപാടി തീർന്നു. അതായത് ഒരു ബി എച്ച്, അതായത് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ബി വന്നാൽ തീർന്നു എന്നുള്ളതാണ് നമ്മൾ Q1 പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതെങ്ങനെയാ നമ്മൾ ചെയ്തത്. ഇവിടെ നിന്ന് നമ്മളെന്താ പറയുന്നത്, എത്ര എ വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഒരു ബി വന്ന ഉടനെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു എ ആണ്, അങ്ങനെയാണ് ഇവിടെ എത്തും. പിന്നെ അതിന്റെ ഇടയിലുള്ള ബികൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ എ വന്നാൽ ഇങ്ങോട്ട് പോവുകയും ചെയ്യും. ഈ സാധനം നമ്മുടെ ബി എ കഴിഞ്ഞതിന് ശേഷം വീണ്ടും എ വന്നാൽ എങ്ങോട്ട് വരും? ഇവിടെ വന്നിട്ട് അടുത്ത ബി എക്ക് വേണ്ടി പ്രതീക്ഷിക്കും. ശ്രദ്ധിക്കും. നമുക്ക് എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ സ്ട്രിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ എ എ ബി ബി എ എന്താ അവസ്ഥ? എ എ ഇവിടെ തന്നെ, അടുത്തത് ബി ബി എ. ശരിയല്ലേ? റെഡി. അടുത്തത് വേറെ സ്ട്രിങ് എടുത്ത് നോക്കും. എ ബി എ ബി ബി എ ബി എ. വലിയൊരു സ്ട്രിങ് ഇരിക്കട്ടെ. എന്ത് വരും? എ, ഇനി ബി എ, ഇതേ ഫൈനൽ സ്റ്റേറ്റിലെത്തി. പക്ഷെ അടുത്ത ഏത് വന്നു? ബി വന്നു. ഇനി അടുത്തത് വീണ്ടും ബി, അടുത്തത് എ. അപ്പൊ നമ്മൾ എങ്ങോട്ടൊക്കെ പോയി? സോറി, ഞാൻ പറയാം. എ വന്നു, അടുത്തത് ബി ഇങ്ങോട്ട് പോയി, അടുത്തത് എ വന്നു, വീണ്ടും ബി വന്നപ്പോ ഇങ്ങോട്ട് തന്നെ വന്നു. ശരിയല്ലേ? ബി വന്നപ്പോ ഇങ്ങോട്ട് തന്നെ വന്നു, വീണ്ടും അടുത്ത എന്താ? എ വന്നു. നമ്മളെവിടെ ഉണ്ട്? ഫൈനൽ സ്റ്റേറ്റിലുണ്ട്. അപ്പൊ അവസാനം ബി എ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ഫൈനൽ സ്റ്റേറ്റ്. ഇതാണ് വേറൊരു പ്രോബ്ലം, എൻഡ് വിത്ത് ബി. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത പ്രോബ്ലം കേട്ടോ. ഇത് ഈ പ്രോബ്ലം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു വേർഡ് ആയിട്ടുള്ള ഫോം ആദ്യം എഴുതി. എക്സ് ആണ് എന്റെ സ്ട്രിങ് എങ്കിൽ എക്സ് എ ബി സ്റ്റാറിന്റെ എലമെന്റ് ആണ്, അതായത് എ ബിയുടെ കോമ്പിനേഷൻ വരുന്നതാണ് പറയുന്നത്. എഴുതാൻ നിങ്ങൾ വായിച്ചത് ക്ലിയർ ആയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എക്സ് സ്റ്റാർട്ട്സ് വിത്ത് എ ബി. എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? എ ബിയും. എൻഡ്സ് വിത്ത് ബി എ. എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ ബി വെച്ചും എൻഡ് ചെയ്യുന്നത് ബി എ വെച്ചുമാണ്. ഈ ടൈപ്പ് സ്ട്രിങ്ങുകളെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. റെഡി? സോ നിങ്ങൾ അതിന്റെ ലാംഗ്വേജ് ഒന്ന് എഴുതി നോക്കും. ഞാൻ ഒരു 2-3 സെക്കൻഡ്, ഒരു 4 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഒരേ പ്രോബ്ലം വന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ലാംഗ്വേജ് എഴുതും. നമുക്ക് എഴുതാം. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിംഗ് വിത്ത് എ ബിയും പിന്നെ അതേപോലെ എൻഡിങ് വിത്ത് ബി യും 2 പ്രോബ്ലം ആയിട്ട് ചെയ്തു കഴിഞ്ഞു. രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നതാണ് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ സാധാരണ രീതിയിൽ എഴുതാൻ സാധ്യതയുള്ളത് ഇതിന് ഇങ്ങനെയും എഴുതാം. സ്റ്റാർട്ടിംഗ് വിത്ത് ബി എ എക്സ്, എൻഡിങ് വിത്ത് starting with an AB and ending with a BA, where X is an element of AB star എന്ന് പറയും. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ സാധനത്തിന് ഞാൻ തെറ്റാന്ന് പറയുന്നില്ല, പക്ഷെ ഇത് കംപ്ലീറ്റ് ഇതല്ല, ഇത് ആക്ച്വലി തെറ്റ് തന്നെയാണ്. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം. അറിയാമെന്ന് എനിക്കറിയില്ല. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സ്ട്രിങ് പറഞ്ഞാൽ എന്റെ ലാംഗ്വേജിൽ ഉണ്ടാകാവുന്ന ഏറ്റവും ചെറിയ സ്ട്രിങ് ഏതായിരിക്കും? ABBA. ഉറപ്പല്ലേ? കാരണം എക്സ് നള്ളാവുന്നതാണല്ലോ ഏറ്റവും ചെറിയ സ്ട്രിങ്. ഇത് രണ്ടും ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാട്ട് അബൌട്ട് ദ സ്ട്രിങ് എ ബി എ? ഈ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണ്ടേ? ഈ സ്ട്രിങ് കൂടി ആക്സെപ്റ്റ് ചെയ്യണം. കാരണം എന്താ? ഇതും സ്റ്റാർട്ടിംഗ് വിത്ത് എ ബിയും എൻഡിങ് വിത്ത് ബി എയും ആണ്. ശരിയാണോ ഞാൻ പറയണം? അതെ. അപ്പൊ ഈ പറഞ്ഞ സാധനം അതായത് കൊണ്ട് വി ഷുഡ് കൺസിഡർ ദിസ് ആൾസോ. ശരിയല്ലേ? പക്ഷെ നമ്മൾക്ക് ലാംഗ്വേജ് എഴുതുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ എഴുതാൻ നിവൃത്തിയില്ല. റെഡി? അപ്പൊ നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമ്മൾ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കില്ല. നമ്മൾ പറയും എ ബി സ്റ്റാർ ഒക്കെ തന്നെ, അതിനൊന്നും നമുക്ക് എതിരഭിപ്രായമില്ല. റെഡി? ഇതെന്റെ ലാംഗ്വേജിൽ ഉള്ളതൊക്കെ തന്നെയാണ്, അതിനും എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കൂടെ ഒരാളും കൂടി വരും. അത് എന്തായിരിക്കും? എ ബി എ കൂടി.
ബാക്കിയെല്ലാം ബാക്കിയെല്ലാം എൻ്റെ എ ബി ബി എ എടുക്കും, എല്ലാം എടുക്കും, ഒരു കേസ് ഒഴിച്ച്. ഏതാ? എ ബി. അപ്പൊ ഈ ലാംഗ്വേജിന്റെ കൂടെ ഇത്രയും പറഞ്ഞത് കൂടാതെ ഏത് സ്ട്രിങ് കൂടെ വരും? എ ബി എയും കൂടെ വരും. അതുകൊണ്ടാണ് ഞാൻ അതിനെ എന്താക്കി എഴുതിയത്? യൂണിയനാക്കി എഴുതിയത്. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഇവിടെ വേറെ സിമ്പിൾസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഉള്ളത് ഈ സെറ്റും കൂടാതെ ആരും കൂടെ ഉണ്ട്? എ ബി എ എന്ന് പറയുന്ന സ്ട്രിങ്. അതിനെ ഞാൻ ഒരു സെറ്റാക്കി എടുത്തിട്ട് ഞാൻ യൂണിയൻ അടിക്കാം. സോ ഇത് മൊത്തത്തിൽ പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ സ്ട്രിങ് ആയിരിക്കും. മനസ്സിലായത്? ഞാൻ നിങ്ങൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എഴുതിയത്. നിങ്ങളത് ശ്രദ്ധിക്കാം. ശരി, അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാം? എങ്ങനെയായിരിക്കും? അപ്പൊ ഏറ്റവും മിനിമം സ്ട്രിങ് നമ്മുടെ ഏതാ? എ ബി ആണ് അല്ലെ? അപ്പൊ ഞാനിതൊന്നും മായ്ക്കുന്നു, സ്ഥലം കിട്ടാൻ വേണ്ടി ഇതൊന്നും മായ്ക്കുന്നില്ല. ധൈര്യത്തിൽ യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട്, ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ശരി, അപ്പൊ നോക്ക്, ഏറ്റവും മിനിമം നമ്മുടെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എങ്ങനെ വരും? നിങ്ങൾ ഊഹിക്കും എങ്ങനെ വരും? നമ്മൾ ആസ് യൂഷ്വൽ Q0 നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ ഫ്ലോഗ്. ശരി, ഇനി ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഓഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതിന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 1-2 നിങ്ങൾ ഇത് കണ്ടോ. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതി നോക്കണം. ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തില്ലെങ്കിൽ അവിടെ നിൽക്കും കച്ചവടം. ഇത് നമ്മുടെ 5-മത്തെയാണ് കേട്ടോ. 5-മത്തെ അല്ല, 1, 2, 3, 4-മത്തെയാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പം പോലെ ഇത് തോന്നും, പക്ഷെ അത്ര എളുപ്പമല്ല കച്ചവടം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചോ? Q0. അപ്പൊ നമ്മളെന്താ സ്റ്റാർട്ടിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താ? നമ്മളെ സ്ട്രിങ്ങിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്ട്രിങ് ഏതാ? എ ബി ബി ഐ അല്ലേ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ആദ്യം തന്നെ വരയ്ക്കാം. എ ഉണ്ട്, Q1, ബി ഉണ്ട്, Q2, അടുത്ത എന്തുണ്ട്? എ ഉണ്ട്, Q3 ഇതുണ്ടെന്ന് ഉറപ്പാണല്ലോ. ഇത് നമുക്ക് ഓരോ കണ്ടീഷൻ എടുത്താൽ പോരെ. ശരി, ശ്രദ്ധിക്കും. തുടക്കത്തിൽ തന്നെ ഒരു ബി വന്നു. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് നോട്ട് സ്റ്റാർട്ടിങ് വിത്ത് എ ബി. അതല്ല അതിന്റെ തുടക്കത്തിൽ തന്നെ അർത്ഥം. തുടക്കത്തിൽ തന്നെ ഒരു ബി വന്നാൽ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് അവനെ നമ്മുടെ ഒരു ഡമ്മി സ്റ്റേറ്റ് ഉണ്ടാക്കി അങ്ങോട്ടേക്ക് മാറ്റാലോ. തുടക്കത്തിൽ തന്നെ അവനെപ്പോഴ പോലെ ബി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ അങ്ങോട്ട് മാറ്റും. ഇനി എന്ത് ഇവന്റെ അടുത്ത് വന്നിട്ടും നമ്മൾ അവനെ മൈൻഡ് ചെയ്തില്ല. നമ്മൾ എന്ത് തന്നെയാ പറയുന്നത്? ഈ ആദ്യം ബിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ആ സ്ട്രിങ് നമ്മുടെ കൂട്ടത്തിൽ പെടത്തില്ല. ശരിയല്ലേ? ശരി, ഇനി സ്റ്റാർട്ടിങ് വിത്ത് എ വന്നു. ഉറപ്പായും അടുത്തത് എന്തായിരിക്കണം? എ ബി ആണ് നമുക്ക് സ്റ്റാർട്ട് വേണ്ടത്. ഒരു എ വന്നാൽ അടുത്തത് എന്തായിരിക്കണം? ബി ആയിരിക്കണം. അങ്ങനെയല്ല, ഒരു എ വന്നിട്ട് വീണ്ടും എ തന്നെയാ വരുന്നെങ്കിലും അവസ്ഥ എന്ത് തന്നെയാണ്? ഈ പറഞ്ഞു. ശരിയല്ലേ? എ വന്നു, ഓട്ടനെ എന്ത് വന്നു? എ വന്നു. ശരിയാണോ? ശരി, അപ്പൊ അതിനെ വേണ്ടി നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം. ഇനി അങ്ങനെയൊന്നുമില്ല, അത് സ്റ്റാർട്ടിങ് വിത്ത് ഒരു എ ബി തന്നെ വന്നു. ഇതിനകത്ത് എല്ലാ സ്ട്രിങ്ങും വരും. സ്റ്റാർട്ടിങ് വിത്ത് എ ഇതേ ഇറക്കണം. സ്റ്റാർട്ടിങ് വിത്ത് എ ബി അങ്ങോട്ട് പോയി. സ്റ്റാർട്ടിങ് വിത്ത് ബി എ ഇവിടെ വന്നു. സ്റ്റാർട്ട് വിത്ത് ബി 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 ബി. ഈ 4 കോമ്പിനേഷൻ അല്ലേ ഉള്ളൂ. എയും ബിയും വെച്ച് തുടക്കത്തിലെ 2 സ്ട്രിങ്ങുകൾ, 2 ലെറ്റേഴ്സ് വെച്ചുള്ള സ്ട്രിങ് എടുക്കുമ്പോൾ. ശരി, അപ്പൊ നമ്മുടെ എ ബിയിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ വലിയ കുഴപ്പമില്ലാതെ ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എത്തി എ ബി. ഇനി ഒറ്റ സാധനമേ ഉള്ളൂ. എന്താ? നേരിട്ടൊരു എ വന്നാൽ റെഡിയാ, നമ്മുടെ കണ്ടീഷൻ റെഡിയാ. ശരിയല്ലേ? അതൊക്കെ. ഇനി നേരിട്ട് എ ഇല്ലാതെ ഒരു ബി വന്നിട്ട് എ വന്നാലും നമ്മുടെ കാര്യം നടക്കും. കാരണം എന്താ? അത് എന്റെ വിത്ത് ബി എ തന്നെയാ. അപ്പൊ എനിക്ക് ഇനി എത്ര ബി വന്നാലും ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ അവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. കാരണം എന്താ? ഇനി എത്ര ബി വന്നാലും വന്നോട്ടെ, ലാസ്റ്റ് എ വന്നാൽ മതി, നമ്മൾ സന്തോഷിച്ചു. റെഡി? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോ ഒരു ബി, എത്ര ബി വന്നാലും ശരി, എ വന്നാൽ അങ്ങോട്ട് ഇതിന്റെ കേസ് തീർന്നു. ഇത് ശ്രദ്ധിച്ചോ. വൺസ് എ ബിയിൽ സ്റ്റാർട്ട് ഒക്കെ ചെയ്തു, എങ്ങനെയൊക്കെയോ എ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ബി എത്രയോ കുറെ എണ്ണൊക്കെ കഴുതി എവിടെ എത്തി? അവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് എ വന്ന അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല ഇത് എന്റെ ആയതൊന്നും അല്ലേ. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാവും പിന്നെ പുള്ളി പറയണത് ഒരേയും കൂടെ ഉണ്ട്. ഒരേയും കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ എന്ത് വേണം? ഒരേയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ഒരു എ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ട എന്താ? എന്റെ വിത്ത് നമ്മൾ ഇതുവരെ ചെയ്ത പണിയൊക്കെ തീർന്നു. അപ്പൊ ഒരു എ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് വേണം? ഇനി ഒരു ബിയും വേണം, ഒരു എയും വേണം. ശരിയല്ലേ? ഒരു ബിയും വേണം, ഒരു എയും വേണം. അപ്പോ
ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിച്ചോട്ടോ, ഓട്ടോമാറ്റിക്കലി നമുക്കപ്പോ എങ്ങോട്ട് ചാടാൻ ഒരു ടെൻഡൻസി വരും. ഒരു എ വന്നാൽ അടുത്തത് ഒരു ബിയും വേണം അല്ലെ? ഒരു എ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഇനി ഒരു ബിയും വേണം, എയും വേണം. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട്? ഇങ്ങോട്ട് ചാടാൻ ഒരു പോസിബിലിറ്റി വരും. ശരിയല്ലേ? എ ബി വന്നിട്ട് ഒരു എയും വന്നു ഒരു ബിയും വന്നാൽ നമ്മൾ എങ്ങോട്ട് ചാടും? ഇങ്ങോട്ട് ചാടാൻ ഒരു ടെൻഡൻസി വരും. ശരിയല്ലേ? അതിനൊരു കുഴപ്പമുണ്ട്. അതെന്താന്ന് പറ. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചാടാത്തത്? നിങ്ങൾ ഊഹിച്ചു. ഞാൻ ഒരു എ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങോട്ട് വരച്ചു? ഇങ്ങോട്ട് വരച്ചു. എന്താണ് പ്രശ്നം? നിങ്ങൾ ആലോചിക്കുക, എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന വളരെ പ്രശ്നം തന്നെയാണ്. വേറെ ഒന്നുമല്ല. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബി എയിൽ അവസാനിച്ച ഒരു എ വന്നു. ഇനി ഞങ്ങൾക്കൊരു ബി എ കിട്ടിയാൽ അങ്ങോട്ട് പോകും. പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു എ വന്നാൽ ഞാൻ എവിടേക്ക് എത്തും? ഇവിടെ എത്തും. ഇവിടെ ഇനി ഒരു ബിയും ഒരു എയും വെച്ച് എന്റെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാന്ന് പറയും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എ വന്നു, ബി വന്നു, അടുത്ത എക്ക് എവിടെ പോയി? ഇവിടെ പോയി. അടുത്ത എക്ക് എവിടെ വന്നു? ഇവിടെ വന്നു. അടുത്ത എക്ക് എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് പോയി. പിന്നുള്ള ബി എ ഇതാ. അപ്പൊ സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റിലായിരിക്കും. ഓട്ടോമാറ്റിക് നോ. പക്ഷെ ഇതൊരു നോ പറയാമോ? ഇത് സ്റ്റാർട്ട് വിത്ത് എ ബിയും എൻഡ് വിത്ത് ബി എയും അല്ലേ? അപ്പൊ ആ കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അത് വരച്ചില്ല എന്ന് ചിലർക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരും. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റിലേക്ക് ചാടുന്നതിന് പകരം, കാരണം ഈ സ്റ്റേറ്റിന് ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണിത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു എ വന്നാൽ നമുക്ക് വേണ്ടത് ഒരു ബി എ ആണ്. അപ്പൊ നമ്മളൊരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാക്കി എ വന്നു കഴിഞ്ഞാൽ ഒരു ബി വെച്ചിട്ട് ഞാൻ എങ്ങോട്ട് പൂട്ടിയിട്ടുണ്ട്? ഇങ്ങോട്ട് പൂട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? റെഡി? അപ്പൊ എന്ത് വരും? എ വന്നിട്ട് അടുത്ത എ വന്നാൽ ഇനി ഒരു ബിയും ഒരു എയും. അപ്പൊ ഇവിടെ ഈ ബുദ്ധിമുട്ടില്ല. റെഡി? ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു എ വന്നിട്ട് വീണ്ടും എത്ര എ വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? ആ എ വന്നിട്ട് അടുത്തതൊരു ബിയും അടുത്തതൊരു എയും ആയാൽ മതി, നമുക്ക് കുഴപ്പമില്ല. അതിനൊരു ഐഡിയ മനസ്സിലായില്ലേ? സോ ഇതാണ് നമ്മുടെ എന്താ പറയാ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ബി വന്നാൽ എന്താ സംഭവിക്കുക? ഇവിടെ ബി വന്നാൽ, അതായത് ബി എയുടെ എൻഡ് ചെയ്തിട്ട് ബി വന്നാൽ അടുത്തതൊരു എ ആയാൽ പോയല്ലേ? അപ്പൊ ബി എ ആയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ, കാരണം നമ്മൾ എല്ലാ സ്റ്റേറ്റുകൾക്കും നോക്കണം. എല്ലാ സ്റ്റേറ്റുകൾക്കും നമ്മൾ നോക്കണം എങ്ങോട്ടാണ് ലെവൽ പോകുന്നത്. എല്ലാ സ്റ്റേറ്റുകൾക്കും ഈ എക്കും ബിക്കുള്ള ട്രാൻസിഷൻസ് നമ്മൾ എഴുതണം. പറഞ്ഞ ഐഡിയ മനസ്സിലായോ? സോ ഇതാണ് ഈ പറഞ്ഞ പ്രോബ്ലം. നിങ്ങൾ ഓർത്ത് നോക്കുക. പറ്റാത്തവർ, മനസ്സിലാവുന്നില്ലാത്തൊരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് സ്റ്റോർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ പറ്റുമെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. ശ്രദ്ധിക്കും. ശ്രദ്ധിക്കും. ഈ പ്രോബ്ലം നോക്കാം. ഇവിടെ പറയുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം. ലാംഗ്വേജ് ഡബ്ല്യു. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിനകത്തുള്ള എല്ലാ സ്ട്രിങ്ങുകളും ഓട്ടോമാറ്റിക് ആക്സെപ്റ്റ് ചെയ്യണം. ഡിസൈൻ ആൻഡ് ഓട്ടോമാറ്റിക് വിത്ത് ലാംഗ്വേജ് ഡബ്ല്യു which is an element of 0 1 star. 0 1 star ആണ്. 0 1 star with the hash 0w is even. അങ്ങനെ പറഞ്ഞാൽ ഹാഷ് എന്ന് ഉദ്ദേശിച്ച് നമ്പർ ഓഫ് 0 w നമ്പർ ഓഫ് സീറോസ് എന്താ? നമ്പർ ഓഫ് സീറോസ് ഈവൺ ആയിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന സ്ട്രിങ്ങുകളിൽ സീറോയുടെ എണ്ണം എന്താ? സോറി, നമ്പർ സീറോയുടെ എണ്ണം എന്താ? ഈവൺ നമ്പറാണ്. റെഡി? സീറോ എന്ന് പറയുന്ന സിമ്പലിന്റെ എണ്ണം എന്താ? ഈവൺ നമ്പറാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഏതെല്ലാം ലാംഗ്വേജുകൾ വരാം. ഉറപ്പായും ഞാൻ പറയാം നൾ സ്ട്രിങ് വരാം. കാരണം എന്താ? ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ എത്ര സീറോകളുണ്ട്? കുറച്ച് സീറോകളുണ്ട്. 0 0 റെഡി? 1 വരാമോ? വരാൻ പറ്റുമോ? 1 വരാം. കാരണം അവിടുത്തെ സീറോന്റെ എണ്ണം എത്രയാ? 0 ആണ്. ശരിയല്ലേ? അപ്പൊ എനിക്ക് വരാം. പിന്നെ 1 1 പോസിബിൾ ആണ്. 1 1 1 ഒക്കെ പോസിബിൾ ആണ്. റെഡി? നമുക്ക് ആ കാറ്റഗറി ഇപ്പൊ പോണ്ട, കുഴപ്പമില്ല. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതുന്നില്ല എന്നുള്ളൂ. ഇനി 0 1 പറ്റുമോ? പറ്റില്ല. 0 1 0 അത് പറ്റും, കാരണം ഈവൺ നമ്പർ. 1 1 0 0 1 0 ഇത് പറ്റുമോ? ഇത് പറ്റില്ല, കാരണം ഇതിൽ 3 0 ഉണ്ട്. നമുക്ക് എത്രയാ പാടും? ഈവൺ നമ്പറെ പാടും.
ഇത് ഓക്കെയാണ്. ഇനി ഒക്കെയാണ് ഇതിനകത്ത് വരുന്ന സ്ട്രിങ്ങുകൾ. ആ ലാംഗ്വേജ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശ്രദ്ധിക്കുക. അപ്പൊ ഏതെല്ലാം വരും? നമുക്കറിയാം, നൾ സ്ട്രിംഗ് ഒരു ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു ഇൻപുട്ടും കൊടുത്തിട്ടില്ലെങ്കിലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻപുട്ടും കൊടുത്തിട്ടില്ലെങ്കിലും ഏത് സ്റ്റേറ്റാണ്? ഫൈനൽ സ്റ്റേറ്റാണ്. ശരിയല്ലേ? നൾ സ്ട്രിംഗ് ആക്സെപ്റ്റ് ചെയ്യണം. നൾ സ്ട്രിംഗ് ലാംഗ്വേജിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടും കൊടുത്തില്ലെങ്കിൽ അതിനെ കാണിക്കാൻ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ. എന്താ? ഇത് സ്റ്റാർട്ട് ആണ്, ഇത് Q0 ആണ്, പക്ഷെ അത് എന്തും കൂടിയാണ് ഫൈനൽ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് Q0 ഷുഡ് നോട്ട് ബി ഫൈനൽ സ്റ്റേറ്റ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ Q0 ക്യാൻ ബി എ ഫൈനൽ സ്റ്റേറ്റ് ഓർ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. റെഡി? ഇപ്പൊ എന്താ? ഒറ്റ സീറോ വന്നിട്ടില്ല. അപ്പൊ സാധനം എവിടെ ഇരിക്കണേ? ഫൈനൽ സ്റ്റേറ്റിലാണ്. ശരിയല്ലേ? ഒരു സീറോ വന്നാൽ എങ്ങോട്ട് മാറി? ഒരു സ്റ്റേറ്റോട്ട് മാറി. അത് ഒരിക്കലും ഏതാവില്ല. അത് ഏതാവില്ല? ഫൈനൽ സ്റ്റേറ്റ് ആവില്ല. എത്ര വണ്ണ് വേണേലും വന്നോട്ടെ, എത്ര വണ്ണ് വേണേലും വന്നോട്ടെ, ഈവൺ സ്റ്റേറ്റ് സീറോന്റെ സ്റ്റേറ്റ് ആയത് ഇതായിരിക്കുന്നിടത്തോളം കാലം അവൻ ഫൈനൽ സ്റ്റേറ്റിലാണ്. റെഡി? അടുത്ത സീറോ വന്നാൽ ഇപ്പൊ കൗണ്ട് എന്തായി? 2 സീറോ ആയി, അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ. സാധനം ഇങ്ങോട്ട് കയറി. ഇവിടെയും എത്ര വണ്ണ് വേണമെങ്കിലും വന്നോട്ടെ, ഐ ഡോണ്ട് കെയർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിന്റെ പ്രത്യേകത എന്താ? ഒരു ഓഡ് നമ്പർ സീറോ വന്നാൽ ഈ സ്റ്റേറ്റിൽ പോകും. എപ്പോഴെങ്കിലും അടുത്ത സീറോ അല്ല, എപ്പോഴെങ്കിലും അടുത്ത സീറോ വന്നാൽ സാധനം എവിടെ കയറി വരും? ഇങ്ങോട്ട് വരും. ഇപ്പൊ 1 0 1 1 0 1 0 1 1 0 ഫൈനൽ സ്റ്റേറ്റ്. പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രോബ്ലം എടുത്ത് അനലൈസ് ചെയ്തു. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ലാംഗ്വേജിൽ സ്ട്രിംഗ് ഒക്കെ എടുത്ത് നോക്ക്. സീറോന്റെ എണ്ണം ഡബിൾ ആണെങ്കിൽ ഇവിടെ കയറി വരും, അല്ലാതെ സിംഗിൾ ആണെങ്കിൽ ഇവിടെ അവിടെ, ഓഡ് ആണെങ്കിൽ ഇവിടെ എവിടെ കയറി വരും? അവിടെ കയറി വരും. റെഡി? ഒരു ചെറിയ സാധനം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊരു ടിപ്പാണ് കേട്ടോ, എളുപ്പത്തിൽ ചോദിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എക്സാമ്പിളിന് ചോദിക്കുന്നതാണ്. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒന്നിച്ച് എഴുതാം. അവിടെ ശ്രദ്ധിക്കുക. അതിനകത്ത് ചോദിക്കുന്നത് ഒരു ലാംഗ്വേജ്. റെഡി? ഈ ലാംഗ്വേജിൽ ഉറപ്പായും എന്തുണ്ട്? എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് എക്സ് ഓർ ഡബ്ല്യു വാട്ടർ ഈസ് എൻ എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ എലമെന്റ് ഓഫ് എ ബി സ്റ്റാർ. എ ബിയോ 0 1 ഏത് വേണമെങ്കിലും ആവട്ടെ. റെഡി? എന്നിട്ട് നമ്മളടുത്ത് ചോദിക്കാം, എയുടെ എണ്ണം ഓഡ്, എയുടെ എണ്ണം ഓഡ്, ബിയുടെ എണ്ണം ഈവൻ. റെഡി? 4 കോമ്പിനേഷൻ ചോദിക്കുന്നത്. അതായത് എയുടെ എണ്ണം ഓഡ്, ബിയുടെ എണ്ണം ഓഡ് വരാമല്ലോ. എയുടെ എണ്ണം ഓഡ്, ബിയുടെ എണ്ണം ഈവൻ, അത് വരാമല്ലോ. എയുടെ എണ്ണം ഈവൻ, ബിയുടെ എണ്ണം ഓഡ്, അതും വരാമല്ലോ. രണ്ടും ഈവൻ. ഇങ്ങനെയെല്ലാം ഈ 4 കണ്ടീഷനും വരാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിനകത്ത് എ ബി ബി എ ബി, ഇതിനകത്ത് അവസ്ഥ എന്താ? എയുടെ എണ്ണം ഓഡ്, ബിയുടെ എണ്ണം ഈവൻ, ഒരു കണ്ടീഷൻ. എ ബി ബി എ, ഇതെന്താ? എയുടെ എണ്ണം ബിയുടെ എണ്ണം ഈവൻ, അതായത് രണ്ടും ഈവൻ. റെഡി? എ ബി എ, ഇതിന്റെ എണ്ണം എന്താ? എയുടെ എണ്ണം ഈവൻ, ബിയുടെ എണ്ണം ഓഡ്. ശരിയല്ലേ? വെറും എ ബി എന്താ? എയുടെ എണ്ണം ഓഡ്, ബിയുടെ എണ്ണം ഓഡ്. ഇങ്ങനെ എന്ത് കോമ്പിനേഷൻ വരാമല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എടുത്തിട്ട് നിങ്ങളോട് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയണം? ശരി. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നാൽ 4 എണ്ണത്തിനും കൂടെ നമുക്ക് ഒറ്റ ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയണത് ശ്രദ്ധിച്ചോ. റെഡി? നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് പറയുന്നു. റെഡി? ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ പറയുന്നു നമ്മുടെ Q0 ആണ്. റെഡി? റെഡി? ഇത് ഞാൻ Q1, ഞാൻ ചുമ്മാ 4 സ്റ്റേറ്റ് അങ്ങ് വരയ്ക്കുക കേട്ടോ. ഇതിനൊരു എളുപ്പമുള്ള മെത്തേഡ്, അല്ലാത്ത മെത്തേഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ടിപ്പ് പറയാൻ വേണ്ടി ഞാൻ പറയുന്നു. റെഡി? എന്തായിരിക്കും 4 പോസിബിലിറ്റീസ് ഉള്ളൂ നമുക്കല്ലേ? റെഡി? അപ്പൊ ഞാൻ പറയുന്നത് ഇനീഷ്യലി ശ്രദ്ധിച്ചോട്ടോ. ഇനീഷ്യലി ഒരു സ്ട്രിങ്ങും ഇല്ലല്ലോ, 2 സ്ട്രിങ്ങിന്റെ എണ്ണം 0യാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇവിടെ എഴുതി വെക്കുന്നു, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെക്കുന്നു, രണ്ടും ഈവൻ. എയും ഈവൻ, ബിയും ഈവൻ. ശരിയല്ലേ? ശരി. ഇനി ഞാൻ പറയാം, ഇങ്ങോട്ട് ഞാനൊരു ട്രാൻസിഷൻ എഴുതാം. ഇത് എ ആണ് വന്നതെങ്കിൽ എയുടെ എണ്ണം എന്തായി? എയുടെ എണ്ണം ഓടായി. ശരിയല്ലേ? ബിയുടെ എണ്ണം എന്താ? അപ്പോഴും ഈവനാണ്. അപ്പൊ എനിക്ക് ഈ സ്റ്റേറ്റിന് എന്ത് പറയാം? ഈവൻ, സോറി, ഇതിനെന്ത് പറയാം? ഓഡ് ഈവൻ എന്ന് പറയാം. ശരിയല്ലേ? പറയാമല്ലോ. ശരി. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച്
ഒരു ഓഡ് ഈവൺ വീണ്ടും ഈവൺ ആവണേ എന്ത് സംഭവിക്കണം? 7 എണ്ണം മാറണം. അപ്പൊ ഞാൻ എങ്ങോട്ട് എഴുതി? ഇതെനിക്ക് എഴുതാം. ശരിയല്ലേ? റെഡി. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ഇത് എന്റെ സൗകര്യം പോലെ ഞാൻ വരയ്ക്കുന്നേ ഉള്ളൂ. ഇനി ഞാൻ പറയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു എ വന്നു. അങ്ങനെ വരുമോ? വരില്ല. ഒരു എ അങ്ങോട്ട് പോയി, അത്രേ പറ്റൂ. ഒരേ ഇൻപുട്ട് രണ്ട് സ്ഥലത്തേക്ക് പോകില്ലല്ലോ. അപ്പൊ ഇവിടേക്ക് വന്നത് ഒരു ബി ആണെന്ന് വിചാരിക്കും. അതിന്റെ അർത്ഥം എന്താ? 2 എണ്ണം ഈവൻ ആയിരുന്നു. അപ്പൊ ഒരു ബി വന്നാൽ അർത്ഥം എന്താ? 7 എണ്ണം ഈവൻ തന്നെ, ബിയുടെ എണ്ണം എന്തായി? ഓടായി. ശരിയല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? ശരി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? തിരിച്ചു ബി വന്നാൽ അത് അങ്ങോട്ട് പോകുന്ന എനിക്ക് ഉറപ്പായി. ഈ ബിയുടെ എണ്ണം മാറണ്ടേ? ശരിയല്ലേ പറഞ്ഞത്? ഇനി ഞാൻ ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ഇത് രണ്ടും ഈവൺ, ഇത് ഓഡ് ഈവൺ, ഇത് ഈവൺ ഓഡ്. അപ്പൊ ഇതെന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി 2 ഓഡ് വന്നു. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. ഒരു എ വന്നപ്പോ എ ഓടായിട്ടുണ്ട്. ഇനി ഒരു 6 വന്നാലാണ് 2 ഓ ആവുക. ബി വന്നാൽ. ശരിയല്ലേ? ഒരു ബി വന്നാൽ 2 ഓടായി. ശരിയല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ശരി. അപ്പൊ ഇനി ഇത് രണ്ടും ഓടാണ്, ഇത് ഓടും ഈവനുമാണ്. ഏത് വന്നാലാണ് ഇപ്പുറത്തുള്ള ബിയുടെ സൈഡ് ഓട് മാറി ഈവൺ ആയാൽ ഇങ്ങോട്ട് എന്തായിരിക്കും? ബി ആയിരിക്കും. ശരിയല്ലേ? റെഡി. ഇനി ഇവിടുത്തെ കേസ് നോക്കാം. 7 എണ്ണം ഈവണും ബിയുടെ എണ്ണം ഓടുക. ഇത് ബിയുടെ എണ്ണത്തിൽ ഇവിടെ മാറ്റമില്ല. എ എന്താണ്? ഈവൺ ആയിരുന്നു. അപ്പൊ ഒരു എ വന്നപ്പോ എ ഓടായി. അതേപോലെ തിരിച്ചു വന്നപ്പോ എ വീണ്ടും ഈവൺ. ഇതാണ് നമ്മുടെ ഡയഗ്രം. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. 7 എണ്ണം ഓടും. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 7 എണ്ണം ഓടും, ബിയുടെ എണ്ണം ഈവണും. അതേതാ ഇതിൽ സ്റ്റേറ്റ്? 7 എണ്ണം ഓടും, ബിയുടെ എണ്ണം ഈവനും. ഇതല്ലേ? അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ സ്റ്റേറ്റ്. ഇപ്പൊ സപ്പോസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണത് 7 എണ്ണം ഈവനും ബിയുടെ എണ്ണം ഓടുവാണെന്ന് വിചാരിക്കും. 7 എണ്ണം ഈവൻ, എ ഇരട്ട സംഖ്യയും ബി ഓഡ് നമ്പറും ആണ്. അത് ഏതാ ഇതില്? 7 എണ്ണം ഈവനും ബിയുടെ എണ്ണം ഓടുക. അപ്പൊ ഏതായിരിക്കും ഫൈനൽ സ്റ്റേറ്റ്? ഇതായിരിക്കും. ഫൈനൽ സ്റ്റേറ്റിൽ മാത്രം വ്യത്യാസം. രണ്ടും ഈവൻ ചോദിച്ചാൽ ഏതാ ഫൈനൽ സ്റ്റേറ്റ്? ഇതാ. രണ്ടും ഓട് ചോദിച്ചാൽ ഏതാ? എല്ലാവരും ചിത്രം മനസ്സിലാവുന്നുണ്ട്. ഇതൊരു ടിപ്പാണ്, ഓർത്ത് വെച്ചോ. 2 കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലാതൊരു വീഡിയോ ഒന്നും കൂടെ കാണണം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു 5 പ്രോബ്ലംസോളം 5-6 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഓഡിയോ ക്ലിപ്പിൽ ഞാൻ ഇതല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിൽ നിങ്ങൾക്ക് കുറച്ച് ഇതല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറയും. അപ്പൊ അതൊരു പേനയും പേപ്പറും എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് വെച്ചില്ല. കോപ്പി അടിച്ചാൽ നിങ്ങളുടെ സൗകര്യം. എനിക്ക് അതിന്റെ ഒന്നും പിന്നാലെ അടക്കാൻ വയ്യ. അവനാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവനാ മര്യാദയ്ക്ക് ചെയ്തേക്കുക കേട്ടോ. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ കോപ്പി അടിച്ച് വെച്ചാലും കുഴപ്പമില്ല. അത് എങ്ങനെയാണെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ അവസാനം. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ചെയ്തോ. നമുക്ക് അടുത്ത കാണാം കേട്ടോ. താങ്ക് യു.